സോ ഇന്ന് നമുക്ക് റയൻ മൂവിയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കാം. ഈ സ്റ്റോറി വന്നിട്ട് നമ്മൾ ധനുഷ് റെഫറൻസ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഏതെന്ന് ഗസ് ചെയ്യാൻ പറ്റും? വേറെ ഏതുമല്ല, നമ്മുടെ രാമായണം തന്നെ. അത് ശരിയാണ്. നിങ്ങൾ ചോദിക്കും, ഈ ധനുഷിന് രാമന്റെ യാതൊരു ക്വാളിറ്റീസോ, ഐ മീൻ ഏത് ആംഗിളിൽ നോക്കിയാലും നമുക്ക് ധനുഷിനെ രാമനായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. തിരിച്ചാലോചിച്ചു നോക്കിയേ. ഇപ്പൊ മനസ്സിലായേ? ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ശരിയാണ്. ധനുഷ് വേറെ ആരുമില്ല, രാവണൻ. എന്റെ ബ്രദേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരുണ്ടല്ലോ. ഒറിജിനൽ സ്റ്റോറിയിൽ 4 പേരുണ്ട്. പക്ഷെ ഇതിൽ കാണിക്കുന്നത് രണ്ടുപേരെയാണ്, കുംഭകർണനെയും വിഭീഷണനെയും. കുംഭകർണന്റെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് സുദീപ് കൃഷ്ണനാണ്. അതായത് ധനുഷിന്റെ ഫസ്റ്റ് യങ്ങർ ബ്രദറായിട്ട്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ നോക്കിയാൽ മനസ്സിലാവും. പുള്ളിക്കാരൻ എപ്പോഴും വലുതായിട്ട് ജോലി ചെയ്യാനൊന്നും ആഗ്രഹമില്ല. എപ്പോഴും വെള്ളമടിച്ച് ഇങ്ങനെ അലമ്പുണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുംഭകർണൻ അതേപോലെയാണ്. ഏത് നേരം ഉറങ്ങുക, ഫുഡ് അടിക്കുക, ഈ ഒരു പരിപാടി മാത്രമേ കുംഭകർണനും ചെയ്തിട്ടുള്ളൂ. ആ ഒരു റെഫറൻസ് നോക്കുമ്പോൾ അത് മാച്ചാണ്. പിന്നെ വന്നിട്ട് സെക്കൻഡ് യങ്ങർ ബ്രദറാണ് കാളിദാസ് ചേറാം പ്ലേ ചെയ്ത റോള്. പുള്ളിക്കാരൻ വന്നിട്ട് വിഭീഷണനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രദറാണ്, രാവണന്റെ ബ്രദറായിട്ടാണ് രാമായണത്തിൽ പറയുന്നത്. ഇതിലും അതേപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കാളിദാസ് ജയറാം കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവിടുത്തെ കോളേജ് യൂണിയൻ ഇലക്ഷനിലൊക്കെ മത്സരിക്കാനുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ രീതിയിലും വിഭീഷണനായിട്ട് മാച്ചാണ്. ഒരു പോയിന്റ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെടും. അതായത് ഈ വിഭീഷണ രാമായണ യുദ്ധത്തിന്റെ അടുത്ത് നിൽക്കുന്ന ടൈമിലാണ് സൈഡ് മാറുന്നത്. അതിനു മുമ്പ് ഒരു ക്യാരക്ടർ പറയാൻ പറ്റുമായി. വേറെ ആരുമില്ല, രാമൻ. ആരാന്ന് മനസ്സിലായോ? വേറെ ആരുമില്ല, എസ് ജയസൂര്യ തന്നെ. പുള്ളിയുടെ പേര് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. സേതു എന്നാണ്. സേതുരാമൻ. പക്ഷെ പുള്ളിക്കാരന്റെ റോള് കുറച്ച് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം അത്രയ്ക്കും ഗുഡായി കഴിഞ്ഞാലും അത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ എസ് ജെ സൂര്യക്ക് 2 ഭാര്യമാരുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ ശരിയാണ്. രാമന്റെ അങ്ങനെ പ്യുവർ ഡെപിക്ഷൻ അല്ല എങ്കിലും പുള്ളിക്കാരൻ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ധനുഷിന്റെ 2 മക്കൾ, ഐ മീൻ ബ്രദേഴ്സിനെ കയ്യിലാക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ശരിക്കത്തെ രാമായണത്തില് രണ്ടുപേരിനെയും ഇതാക്കുള്ള, പക്ഷെ ഒരാള് സൈഡ് മാറുന്നുണ്ട്. നിങ്ങള് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തില് വിഭീഷണൻ ഒരു പോയിന്റ് കഴിയുമ്പോൾ ധർമ്മത്തിന്റെ പാതയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് രാമന്റെ കൂടെ സൈഡ് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൽ കാളിദാസ് രാമ ഒരു പോയിന്റ് കഴിയുമ്പോൾ എസ് ജി സൂര്യന്റെ കൂടെ ചേരുന്നുണ്ട്. അതിൽ പക്ഷെ കുംഭകർണനായ സുദീപ് കിഷനും സൈഡ് മാറുന്നുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഈ ഒരു സ്റ്റോറിക്ക് ഡിമാൻഡ് ചെയ്യണത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത്. പക്ഷെ ഏകദേശം അവിടെയും നമുക്ക് ആ ഒരു ലൈന് കാണാൻ പറ്റുന്നുണ്ട്, സൈഡ് സ്വിച്ച് ചെയ്യണം. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ആണ് ഇതിലെ മെയിൻ ഇവന്റ് ഹാപ്പൺ ചെയ്യണം. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകണ പോലെ എസ് ജെ സൂര്യന്റെ ഒരു ഭാര്യയെ രാവണൻ തട്ടിക്കൊണ്ടുപോകണമായിട്ട് കാണിക്കുന്നുണ്ട് ഇതില്. അത് കഴിഞ്ഞിട്ട് മീഡിയേറ്റർ ആയിട്ട് നമ്മൾ ഹനുമാൻ വിടുന്ന കേസും അതും ഇതിലുണ്ട്. അതായത് ഇതില് ഹനുമാൻ വന്നിട്ട് രാവണന്റെ സൈഡാണ്. ബട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ സെൽവരാഘവനൊരു ഹനുമാനായിട്ട് പ്ലേസ് ചെയ്യാം. പക്ഷെ ഇതിലെ ഹനുമാൻ ലൈക്ക് രാവണനെ വർക്ക് ചെയ്യണ ഒരു ഡേറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് റെസംബ്ലൻസ് ഒന്നും വരുന്നില്ല അതില്. പക്ഷെ എങ്കിലും മീഡിയേറ്റർ ആയിട്ട് സെൽവരാഘവൻ ഓട്ടോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈഫിനെ കടത്തി കൊണ്ടുപോയി. ഇതിന്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്ററാണ്. അതായത് ധനുഷിന്റെ സിസ്റ്ററായിട്ട് പ്ലേ ചെയ്യണം തുഷാര വിജയൻ ചെയ്യണ റോള്. പുള്ളിക്കാരത്തി രാവണന്റെ അനിയത്തിയായിട്ടുള്ള ശൂർപ്പണഖയുടെ റോളാണ് ഇതില് റെഫറൻസ് ചെയ്തിട്ട് ചെയ്യണത്. അപ്പോൾ രാവണന്റെ സിസ്റ്ററിന് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോ അത് സോൾവ് ചെയ്യാനാണ് ഈ രാമൻ ഈ കണ്ട യുദ്ധങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്.
അപ്പൊ അതേപോലെ ഇതില് പ്രശ്നം എന്ന് വന്നിട്ട്, അതായത് ഫസ്റ്റ് തൊട്ട് തന്നെ ഇതില് ആ പ്രശ്നം കാണിക്കുന്നുണ്ട്. അതായത് ആ പൂജാരി ആ കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് പോണ സീന് തൊട്ടിട്ട് ഈ രാവണനായി ധനുഷ് ഈ സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഇത് വലുതായി വരുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കല്യാണമായാലും ഇപ്പൊ കല്യാണത്തിന്റെ പേരിലാണല്ലോ ഇവിടെ അടി ഉണ്ടായത് തന്നെ. അതായത് സിസ്റ്ററിന് കല്യാണം വരണു, അപ്പോഴേക്കും കുറെ പൈസ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ കിടന്ന്, ബ്രദേഴ്സ് ഒക്കെ കിടന്ന് ഓരോ പണിക്ക് പോയിട്ട് പണി തിരിച്ച് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഷോർട്ട് പണിയാണല്ലോ ഇതിന്റെ റീസൺ. ശരിയാണ്, ഇതിലിപ്പോ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് ധനുഷിന്റെ ആയാലും സിസ്റ്റർ. പക്ഷെ നമ്മൾ ആ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഇതെല്ലാം മറക്കും. കാരണം ആ ഫാമിലി വാല്യൂസിനാണല്ലോ അവിടെ ഇമ്പോർട്ടൻസ് എപ്പോഴും വരിക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിയാണ്, ഈ യുദ്ധം അനിവാര്യം തന്നെയാണ്. അവസാനം ശൂർപ്പണയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാവണൻ വരുന്നു, എന്നിട്ട് രാമനായ എസ് ജി സൂര്യനെ കൊല്ലുന്നു. പിന്നെ ബ്രദേഴ്സ് ആയിട്ടുള്ള അവര് സൈഡ് സ്വിച്ച് ചെയ്തുകൊണ്ട് അവരെയും കൊല്ലുന്നു. പിന്നെ ഫൈനൽ ആ പാട്ട് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ, ഫൈനൽ സ്റ്റേജിങ്ങിൽ നമ്മൾ ധനുഷിനെ തന്നെ ആ റെഡ്സിൽ കാണിക്കുമ്പോൾ 10 തല കാണിക്കണം. അപ്പോഴേ എവിഡൻ്റ് ആണിത് എക്സാക്ട്ലി രാമായണ സ്റ്റോറിയാന്ന് നമുക്ക് പിടികിട്ടും. പിന്നെ ഞാൻ നാളൊരു വീഡിയോന്റെ താഴത്തെ ഒരു കമന്റ് കണ്ടു. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജോസ് അമേസിങ്. ആ ഒരു കമന്റും ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇൻസ്പയർ ചെയ്തു. പിന്നെ വന്നിട്ട് എടുത്തു പറയാനുള്ളത് ഇതിന്റെ സ്റ്റേജിങ് ആണ്. അതായത് നമുക്കിത് ഇത്രയും കൺവിൻസിങ് ആയി തോന്നിയത് ലൈക്ക് ഈവൺ രാവണന് വരെ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് കണ്ടാലും നമുക്ക് ഈ സ്റ്റോറിയുടെ അടുത്ത് ഒരു റൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഇമോഷണൽ കണക്ട് കിട്ടാതായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഹാഫില് ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. കാരണം ഇവര് രാമായണത്തിനെ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് സംവാട്ട് ഡിഫിക്കൽട്ട്. കാരണം രാമനെ നമ്മൾ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് പോർട്രേ ചെയ്യണം. അപ്പോൾ ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ഇത് കൈന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഇതിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് അത്യാവശ്യം വർക്കായി. എങ്കിലും ഈ ഒരു ഇൻസൈറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി, അതാണ് പറഞ്ഞത്. ഓക്കെ, ബൈ.